നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുപ്പക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പെൻഷൻ പ്രായം ഉയർത്തൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഘടനാ ശക്തി വിളിച്ചറിയിച്ച പ്രകടനത്തോടെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. AIBEA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴയിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. ചെറുപ്പക്കാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടേ പെൻഷൻ പ്രായം ഉയർത്താൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതിവർഷം 25,000 പേർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകാൻ കഴിയൂ. പെൻഷൻ പ്രായം ഉയർത്തിയതുകൊണ്ടാണ് തങ്ങൾക്ക് ജോലി ലഭിക്കാത്തതെന്ന് ജോലിയില്ലാത്ത 40 ലക്ഷം ചെറുപ്പക്കാരും കരുതും. ഇവരെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പങ്കാളിത്ത പെൻഷൻ കൊണ്ട് ഈ സർക്കാരിന് സാമ്പത്തിക നേട്ടമില്ല. ശമ്പളവും പെൻഷനും ഉറപ്പാക്കാനാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി ഇരിക്കുന്ന കേരളത്തിൽ ചെറുപ്പക്കാരെ നിരാശരാക്കിക്കൊണ്ട് ചെറുപ്പക്കാരെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെന്റിന് സാധ്യമല്ല. അതാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിൻ്റെ തടസ്സം. ഒരു വർഷം 25,000 പേർക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടൂ. പക്ഷേ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന 40 ലക്ഷം ചെറുപ്പക്കാരും ധരിക്കുന്നത് തങ്ങൾക്ക് ജോലി കിട്ടാത്തത് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് എന്ന് തന്നെയായിരിക്കും. ആ ഒരു വികാരം താങ്ങാനുള്ള കരുത്ത് കേരളീയ സമൂഹത്തിനില്ല. അതുകൊണ്ടാണ് ന്യായമാണ് എങ്കിലും ചെറുപ്പക്കാരെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ നമുക്ക് പെൻഷൻ പ്രായം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. പങ്കാളിത്ത പെൻഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇവിടെ ചിലർ ബോധപൂർവമായ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നിലവിലുള്ള ജീവനക്കാർക്ക് ഒരാൾക്ക് പോലും ദോഷകരമായി ബാധിക്കില്ല എന്നത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർവീസിലുള്ളവർ മാത്രമല്ല, ഈ അടുത്ത മാർച്ച് 31 വരെ സർവീസിൽ കയറുന്നവർക്കും ഇന്നത്തെ നിലയിൽ പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും പൂർണ്ണമായി ഉറപ്പാക്കാൻ വേണ്ടിയാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നത് കൊണ്ട് ഗവൺമെന്റിന് സാമ്പത്തികമായി ഒരു നേട്ടവുമില്ല. കാരണം ഇന്ന് പെൻഷൻ കൊടുക്കുന്നവർക്കെല്ലാം പഴയ രീതിയിൽ പെൻഷൻ കൊടുക്കണം. ഇന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും പുതിയ നിലവിലുള്ള രീതിയിലുള്ള പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബു, സ്വാഗത സംഘം ചെയർമാൻ റോയ് K. പൗലോസ്, NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ UDF ഗവൺമെന്റ് ചെയ്തതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കടുത്ത സാമ്പത്തിക ഭാരം ഉണ്ടായിരുന്നിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ജനവിശ്വാസം നേടാൻ കഴിഞ്ഞതാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ അഭിമാനം തോന്നുകയാണ്. കാരണം 5 കൊല്ലക്കാലത്തെ ഭരണത്തെ നമുക്ക് ഈ പീഡനങ്ങളുടെ പരമ്പര അനുഭവിച്ചിട്ടും മരിച്ചാലും ശരി ഈ പതാകകൾ താഴെയാലും തീരുമാനമെടുക്കുന്ന അടിപൊളിക്കുന്നവരാണ് അസോസിയേഷന്റെ ഭാരതം. അതിന്റെ പ്രവർത്തനമാണ്. നിങ്ങൾ പലരും പേർക്കും അടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കുകയും
ജനാധിപത്യ സംഘടനക്കകത്ത് നിൽക്കുന്നവരുടെ ചെറുകരിഞ്ഞ് കളയുകയും അവരെ ദുർബലമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ രാഷ്ട്രീയ തീരുമാനത്തോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരാത്മഹത്യാ മുനപ്പിൽ നിന്നാൽ പോലും നമ്മളാക്കി മാറ്റിയ ഈ പ്രസ്ഥാനത്തെ കൈവിടില്ല എന്ന് തീരുമാനിച്ച ആളുകളാണ് ഈ ഹോളിനെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധവും ശക്തവുമായ പശ്ചാത്തലത്തിൽ ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ശക്തമായ മുറവിളി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രസ്ഥാനത്തെ എത്ര കൂടം കൊണ്ടടിച്ചാലും ഇത് താഴോട്ടില്ല, മേലോട്ട് തന്നെ. അതാണ് NGO അസോസിയേഷൻ ഏറ്റവും നല്ല രാഷ്ട്രീയ ശക്തിയായി നിൽക്കുന്നത്. ഇത് നമ്മളെ കുറിച്ചെടുക്കുന്ന സമയമാണ്. നമ്മൾ 38 വർഷക്കാലമായി തുടർന്നു വരുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു ശക്തിയാണ്. നമുക്കൊരു സ്വപ്നമുണ്ട്. നമ്മുടെ സ്വപ്നം ഇന്നത്തേക്കാൾ മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സ്വപ്നം റെപ്പറ്റീഷൻ ആണ് വരുന്നത് എങ്കിൽ അങ്ങനെ ഒരു ആവർത്തന ചുവയോടുകൂടി നമ്മൾ ഇരിക്കുന്നത് എന്റെ കഥ. ആവർത്തന ചുവയല്ലാതെ വ്യക്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല ഭരണകൂടവും ആ ഭരണകൂടത്തെ സഹായിക്കുന്ന ഒരു പരമ്പരയും അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഈ കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനാംഗങ്ങൾ ഗാന്ധി സ്ക്വയറിലെത്തി പുഷ്പാർച്ചന നടത്തി. NGO അസോസിയേഷൻ പ്രസിഡന്റ് കോട്ടാത്തല മോഹന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരെത്തി പുഷ്പാർച്ചന നടത്തിയത്. സംഘടനാ ശക്തി വിളിച്ചറിയിച്ച പ്രകടനത്തോടെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു. വിവിധ യൂണിറ്റുകളുടെ ബാനറുകൾക്ക് കീഴിൽ അണിനിരുന്നത് നൂറുകണക്കിന് ആളുകളാണ്. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അകമ്പടി സേവിച്ച പ്രകടനം മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. സമ്മേളനം ഞായറാഴ്ചയും തുടരും. AIBEA ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിക്കും. 14 രാവിലെ 11 മുനിസിപ്പൽ ടൗൺ ഹാളിൽ മന്ത്രി PJ ജോസഫ് ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി PK ജബ്ബാർ അറിയിച്ചു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനയായ AIBA അതിൻ്റെ സമ്മേളനം അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിൽ 2013 ഫെബ്രുവരി 9 മുതൽ 12 വരെ നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകൾ തോറും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ തോറും ഇതിൻ്റെ ഈ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം എന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പരിപാടികളും ലിറ്ററേച്ചർ പരിപാടികളും ബ്ലഡ് ഡൊണേഷൻ ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ഞങ്ങൾ ഒരു വർഷക്കാലമായി കേരളത്തെ സംസ്ഥാനത്ത് ഇതിൻ്റെ മുന്നോടിയായിട്ട് കൊണ്ടു നടക്കുകയാണ്.
പല സ്ഥലങ്ങളിലും ഇന്ന് ഈ ഒരു വർഷത്തിനുള്ളിൽ 2013 ഫെബ്രുവരി സമ്മേളനത്തിന് മുമ്പായിട്ട് ഈ പരിപാടികളെല്ലാം തീർത്ത് വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലുമാണ്. രാജ്യത്തെ ഈ AIB എന്ന സംഘടന അഖിലേന്ത്യാ സംഘടനയാണ്. അത് 9 യൂണിയനുകളാണ് രാജ്യത്തെ ബാങ്കിങ് മേഖലയിൽ പണിയെടുക്കുന്ന ഓഫീസർമാർ അടക്കമുള്ളവർ. അത് മജോറിറ്റി യൂണിയനായ AIB. അതിൻ്റെ ഈ സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 വിദേശികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ 3000-ലേറെ പ്രതിനിധികൾ, ബാങ്കിങ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടും ഇത് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമ്മേളനമാണ്. 1964-ലാണ് കേരളത്തിൽ ആദ്യമായി ഞങ്ങളുടെ AIB എന്ന സംഘടനയുടെ സമ്മേളനം കേരളത്തിൽ വന്നത്. അതിനു മുൻപും കേരളത്തിലുണ്ടായിട്ടില്ല, ഇതിനു ശേഷവും ഉണ്ടായിട്ടില്ല. കാരണം ഈ അഖിലേന്ത്യാ സംഘടന ആയതുകൊണ്ടും ഈ വിദേശ രാജ്യങ്ങളിലെ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ടും അതുപോലെ ഇത്തരം പ്രതിനിധികൾ ഈ സംഘടനയിൽ പ്രതികരിക്കുന്നത് കൊണ്ടും സൗകര്യങ്ങളുമുള്ള ഡൽഹി, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ എന്നീ സെൻറ്ററുകളിലാണ് കാലാകാലങ്ങളിൽ ഈ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ നമ്മുടെ ജില്ലയിലെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുപോലെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നാളെ ഈ നടക്കുന്ന ഈ സമ്മേളനം സാക്ഷ്യയജ്ഞം എന്ന ഒരു കൈപ്പുസ്തകമാണ് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യമായി നടക്കുന്ന ചടങ്ങ്, ഈ ഇടുക്കി ജില്ലയിലെ ചടങ്ങ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി P. ജോസഫ് സാർ അവളാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്നത്. 11 മണിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം തുടങ്ങും. ആ ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ സ്റ്റാഫ് മെമ്പേഴ്സ്, ബാങ്ക് ജീവനക്കാരെ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ട്. അതിനുപരി കുടുംബ സംഗമം നടത്തുന്നുണ്ട്. പിന്നെ ഒരു യോഗ ക്ലാസ്സും കൂടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4:30 ഈ പരിപാടി അവസാനിക്കും. അതിനുശേഷം എറണാകുളത്ത് ഇടുന്ന മീറ്റിങ്ങിൽ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ ലോൺ കുടിശ്ശികയുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടധർണ 16-ന് ഉച്ചയ്ക്ക് 12-ന് തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ നടക്കും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് ഗാന്ധിനഗറിലെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഗാന്ധിജി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. വാർഡ് മെമ്പർ ഷാജി ഇല്ലിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സഫിയ ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപ്പക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പെൻഷൻ പ്രായം ഉയർത്തൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഘടനാ ശക്തി വിളിച്ചറിയിച്ച പ്രകടനത്തോടെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. AIBEA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴയിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.